2024 ആധുനികവത്കരണത്തിന്റെയും പുരോഗതിയുടെയും ഒരു പുതിയ യുഗത്തിന് വഴിയൊരുക്കി ഇന്ത്യൻ റെയിൽവേ അതിന്റെ ശ്രദ്ധേയമായ യാത്ര തുടരുന്നു. ലോകോത്തര യാത്രാനുഭവം, ചരക്ക് ഗതാഗത കാര്യക്ഷമത വർദ്ധിപ്പിക്കൽ, നൂതന സാങ്കേതിക വിദ്യകൾ സ്വീകരിക്കൽ എന്നിവയിൽ ശക്തമായ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് ദേശീയ വളർച്ചയ്ക്ക് ഉത്തേജകമെന്ന നിലയിൽ റെയിൽവേ അതിന്റെ സ്ഥാനം ഉറപ്പിച്ചു. ആധുനിക സ്റ്റേഷനുകൾ, അത്യാധുനിക ട്രെയിനുകൾ, നൂതന സുരക്ഷാ സംവിധാനങ്ങൾ എന്നിവയിലൂടെ റെയിൽ യാത്ര ഇന്ന് പുനർനിർവചിക്കപ്പെട്ടിരിക്കുന്നു. സുസ്ഥിരതയ്ക്ക് പ്രതിജ്ഞാബദ്ധരായ റെയിൽവേ വിപുലമായ അടിസ്ഥാന സൗകര്യ നവീകരണത്തിലൂടെയും ശേഷി വർദ്ധിപ്പിക്കുന്നതിലൂടെയും സാമ്പത്തിക വികസനം ത്വരിതപ്പെടുത്തിയതിനോടൊപ്പം ഹരിത പ്രവർത്തനങ്ങളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചു. ആധുനികവൽക്കരണത്തിന്റെയും പുരോഗതിയുടെയും ഒരു പുതിയ യുഗത്തിന് വഴിയൊരുക്കി ഇന്ത്യൻ റെയിൽവേ അതിന്റെ ശ്രദ്ധേയമായ യാത്ര തുടരുന്നു. ലോകോത്തര യാത്രാ അനുഭവം, ചരക്ക് ഗതാഗത കാര്യക്ഷമത വർദ്ധിപ്പിക്കൽ, നൂതന സാങ്കേതിക വിദ്യ സ്വീകരിക്കൽ എന്നിവയിൽ ശക്തമായ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് ദേശീയ വളർച്ചയ്ക്ക് ഉത്തേജകമെന്ന നിലയിൽ റെയിൽവേ അതിന്റെ സ്ഥാനം ഉറപ്പിച്ചു. ആധുനിക സ്റ്റേഷനുകൾ, അത്യാധുനിക ട്രെയിനുകൾ, നൂതന സുരക്ഷാ സംവിധാനങ്ങൾ എന്നിവയിലൂടെ റെയിൽവേ യാത്ര ഇന്ന് പുനർനിർവചിക്കപ്പെട്ടിരിക്കുന്നു. സുസ്ഥിരതയ്ക്ക് പ്രതിജ്ഞാബദ്ധരായ റെയിൽവേ വിപുലമായ അടിസ്ഥാന സൗകര്യ നവീകരണത്തിലൂടെയും ശേഷി വർദ്ധിപ്പിക്കുന്നതിലൂടെയും സാമ്പത്തിക വികസനം ത്വരിതപ്പെടുത്തുന്നതിനോടൊപ്പം ഹരിത പ്രവർത്തനങ്ങളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചു. 160 വർഷത്തിലേറെ നീണ്ട ചരിത്രമുള്ള രാജ്യത്തിന്റെ ജീവനാഡിയായ ഇന്ത്യൻ റെയിൽവേ ശൃംഖലയിലൂടെ പ്രതിദിനം ദശലക്ഷക്കണക്കിന് ആളുകളാണ് യാത്ര ചെയ്യുന്നത്. സമഗ്രമായ അടിസ്ഥാന സൗകര്യ വികസനത്തിലൂടെ യാത്രക്കാരുടെ അനുഭവം വർദ്ധിപ്പിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരു പരിവർത്തന യാത്രയിലാണ് ഇന്ന് ഇന്ത്യൻ റെയിൽവേ. 2024 6450 കിലോമീറ്റർ സമ്പൂർണ്ണ ട്രാക്ക് നവീകരണവും 8550 ടേൺ ഔട്ട് പുതുക്കലും സാധ്യമാക്കിയ ഇന്ത്യൻ റെയിൽവേ 20,000 കിലോമീറ്ററിലധികം പാതയിൽ വേഗത 130 കിലോമീറ്ററായും ഉയർത്തി. അതോടൊപ്പം 6200 ട്രാക്ക് കിലോമീറ്റർ റെയിൽവേ പാതകൾ പുതിയ റെയിലുകൾ ഉപയോഗിച്ച് പുതുക്കിയതും കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നതിന് സഹായിച്ചു. 7200 ട്രാക്ക് കിലോമീറ്റർ വളവുകൾ കുറച്ചുകൊണ്ട് വേഗത 110 കിലോമീറ്ററായി ഉയർത്തിയതും യാത്രാസമയം കുറയ്ക്കുവാനുള്ള റെയിൽവേയുടെ നിർണായക ഇടപെടലുകളിൽ ഒന്നാണ്. റെയിൽവേ അടിസ്ഥാന സൗകര്യ വികസനത്തിലെ സുപ്രധാന നാഴികക്കല്ലാണ് ഉധംപൂർ ശ്രീനഗർ ബാരാമുള്ള റെയിൽ ലിങ്ക് പദ്ധതി. രാജ്യത്തിന്റെ മറ്റ് ഭാഗങ്ങളിൽ നിന്ന് കാശ്മീർ മേഖലയിലേക്ക് എല്ലാ കാലാവസ്ഥയിലും കണക്ടിവിറ്റി ഉറപ്പാക്കുന്ന പദ്ധതിയിലെ നിർണായക ഭാഗമാണ് കത്ര റിയാസി മേഖലയും ചെനാബ് പാലവും. ജമ്മു കാശ്മീരിലെ റിയാസി ജില്ലയിൽ ചെനാബ് നദിക്ക് കുറുകെ 359 മീറ്റർ ഉയരമുള്ള ചെനാബ് പാലം ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരമുള്ള പാലമാണ്. ഏകദേശം 18 കിലോമീറ്ററോളം വ്യാപിച്ചു കിടക്കുന്ന കത്ര റിയാസി ഭാഗത്ത് ട്രയൽ റൺ കഴിഞ്ഞ ആഴ്ച നടന്നു. ട്രക്കുകളുടെ വൈദ്യുതീകരണമാണ് 2024 മറ്റൊരു പ്രധാന നേട്ടം. 2024 3210 റൂട്ട് കിലോമീറ്ററാണ് വൈദ്യുതീകരിച്ചത്. വൈദ്യുതീകരിച്ച ബ്രോഡ്ഗേജ് നെറ്റ്വർക്ക് 97% ഉയർന്നു. 2030ഓടെ നെറ്റ് സീറോ കാർബൺ എമിറ്റർ ആക്കുകയെന്ന ലക്ഷ്യത്തിലേക്ക് മുന്നേറുന്ന ഇന്ത്യൻ റെയിൽവേയുടെ പുനരുപയോഗ ഊർജ്ജശേഷി 2014 മെഗാവാട്ടായി. 2024 നവംബർ വരെ ഏകദേശം 487 മെഗാവാട്ട് സോളാർ പ്ലാന്റുകളും 103 മെഗാവാട്ട് കാറ്റാടി വൈദ്യുത നിലയങ്ങളും കമ്മീഷൻ ചെയ്തിട്ടുണ്ട്. കൂടാതെ 100 മെഗാവാട്ട് റിന്യൂവബിൾ എനർജി റൌണ്ട് ദി ക്ലോക്ക് RERTC സംവിധാനത്തിലൂടെയും ലഭിക്കുന്നുണ്ട്. 2024 ഡിസംബർ 26 വരെയുള്ള കണക്കുകൾ പ്രകാരം ഇന്ത്യൻ റെയിൽവേ ശൃംഖലയിൽ ആകെ 136 വന്ദേഭാരത് ട്രെയിനാണ് സർവീസ് നടത്തുന്നത്. 2024 പുതിയ 62 വന്ദേഭാരത് സർവീസുകളാണ് റെയിൽവേയുടെ ഭാഗമായത്. ആദ്യത്തെ നമോ ഭാരത് റാപ്പിഡ് റെയിലും ഇന്ത്യൻ റെയിൽവേ കഴിഞ്ഞ വർഷം അവതരിപ്പിച്ചു. അഹമ്മദാബാദിനും ഭുജിനും ഇടയിൽ സർവീസ് നടത്തുന്ന നമോ ഭാരത് റാപ്പിഡ് റെയിൽ 2024 സെപ്റ്റംബറിനാണ് അവതരിപ്പിച്ചത്. തിരക്കേറിയ സീസണുകളിൽ 21,513 പ്രത്യേക ട്രെയിനുകളാണ് സർവീസ് നടത്തിയത്. മുംബൈ അഹമ്മദാബാദ് ബുള്ളറ്റ് ട്രെയിൻ പദ്ധതിക്ക് കീഴിൽ 243 കിലോമീറ്ററിലധികം വയഡക്ട് നിർമ്മാണം പൂർത്തിയായി. കൂടാതെ 352 കിലോമീറ്റർ പിയർ വർക്കുകളും 362 കിലോമീറ്റർ പിയർ ഫൌണ്ടേഷൻ ജോലികളും ദ്രുതഗതിയിൽ പുരോഗമിക്കുകയാണ്. ദീർഘദൂര റെയിൽവേ യാത്രക്കാർക്ക് പ്രയോജനകരമായ വന്ദേഭാരത് സ്ലീപ്പർ ട്രെയിനുകൾ ഈ വർഷം സർവീസ് ആരംഭിക്കും.
കോട്ട ഡിവിഷനിലെ വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിനുകളുടെ വിജയകരമായ പരീക്ഷണങ്ങളിൽ മണിക്കൂറിൽ 180 കിലോമീറ്റർ വേഗത കൈവരിച്ചു എന്നതും പുതുവർഷത്തിൽ ശുഭപ്രതീക്ഷ നൽകുന്നു. 2024 1473 മെട്രിക് ടൺ ചരക്ക് നീക്കം നടത്തിയ ഇന്ത്യൻ റെയിൽവേ 2023 അപേക്ഷിച്ച് 3.86% വളർച്ച കൈവരിച്ചു. ചരക്ക് ടെർമിനലുകൾ സ്ഥാപിക്കുന്നതിലൂടെ വ്യവസായത്തിൽ നിന്നുള്ള നിക്ഷേപം വർദ്ധിപ്പിക്കുന്നതിനായി ഗതിശക്തി മൾട്ടി മോഡൽ കാർഗോ ടെർമിനലുകൾ അഥവാ GCT രാജ്യത്ത് ഉടനീളം വികസിപ്പിക്കുന്നു. ഇതുവരെ രാജ്യത്തുടനീളം 354 സ്ഥലങ്ങൾ കണ്ടെത്തി. 2024 ഒക്ടോബർ വരെയുള്ള കണക്കുകൾ പ്രകാരം 91 GCTകൾ കമ്മീഷൻ ചെയ്തിട്ടുണ്ട്. 2024 3 സാമ്പത്തിക ഇടനാഴികൾക്ക് കേന്ദ്ര സർക്കാർ അനുമതി നൽകി. ഊർജം, ധാതുക്കൾ, സിമന്റ് ഇടനാഴികൾ, ഉയർന്ന ട്രാഫിക് ഡെൻസിറ്റി റൂട്ടുകൾ, റെയിൽ സാഗർ ഇടനാഴികൾ എന്നിവയ്ക്ക് കീഴിൽ 434 പദ്ധതികളാണ് ആസൂത്രണം ചെയ്തിട്ടുള്ളത്. അമൃത് ഭാരത് സ്റ്റേഷൻ സ്കീമിന് കീഴിൽ 1337 സ്റ്റേഷനുകളുടെ പുനർവികസന പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നത്. കൂടുതൽ യാത്രക്കാർ ടിക്കറ്റിംഗ് സംവിധാനം ഉപയോഗിക്കാൻ തുടങ്ങിയതും റീഫണ്ട് പ്രക്രിയ വേഗത്തിലാക്കിയതും QR കോഡ് അടിസ്ഥാനമാക്കിയുള്ള പേയ്മെന്റ് സംവിധാനവും റെയിൽവേ സേവനങ്ങളെ സുഗമമാക്കി. പ്രധാനമന്ത്രി ജൻ ഔഷധി കേന്ദ്രങ്ങൾ, ഒരു സ്റ്റേഷൻ ഒരു ഉൽപ്പന്നം തുടങ്ങിയ സംരംഭങ്ങളും റെയിൽവേ സ്റ്റേഷനുകളെ മറ്റൊരു തലത്തിൽ ഉയർത്തി. 80 സ്റ്റേഷനുകളും 78 ഘടനകളും ഉൾപ്പെടെ ഇന്ത്യൻ റെയിൽവേയുടെ പൈതൃക സ്ഥലങ്ങളുടെ ഡിജിറ്റലൈസേഷൻ മറ്റൊരു സുപ്രധാന നേട്ടമായി. ഡാർജിലിംഗ് ഹിമാലയൻ റെയിൽവേ ദിനത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച ഗും ഫെസ്റ്റിവൽ റെയിൽവേയുടെ സമ്പന്നമായ പൈതൃകത്തെ പ്രദർശിപ്പിക്കുന്ന വേദിയായി. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ സ്റ്റേഷനായ ഗുമ്മിലും ഡാർജിലിംഗ് റെയിൽവേ സ്റ്റേഷനിലുമാണ് കഴിഞ്ഞ നവംബറിൽ 1 മാസം നീണ്ടുനിൽക്കുന്ന ഗും ഫെസ്റ്റിവൽ സംഘടിപ്പിച്ചത്. 1881 നിർമ്മിച്ച ഏറ്റവും ചെറിയ ആവി എഞ്ചിനായ ബേബി സിവോക്കും ഗും ഫെസ്റ്റിവലിന്റെ ഭാഗമായി. ഇത്തരം ഉത്സവങ്ങൾ റെയിൽവേയുടെ സമ്പന്നമായ പൈതൃകത്തെ വിനോദസഞ്ചാര മേഖലയുമായി ബന്ധിപ്പിക്കുന്നു. ചലനാത്മകവും വികസിച്ചുകൊണ്ടിരിക്കുന്നതുമായ ഒരു രാജ്യത്തിന്റെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി പാരമ്പര്യത്തെ പുതുമയുമായി സമന്വയിപ്പിച്ച് ലോകോത്തര ഗതാഗത ശൃംഖലയായി മാറുവാനുള്ള ഇന്ത്യൻ റെയിൽവേയുടെ കാഴ്ചപ്പാട് കഴിഞ്ഞ വർഷം വീണ്ടും ഊട്ടിയുറപ്പിച്ചു.